സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം കാവിക്കളർ കുപ്പായ കുട്ടി ചാനലിൽ വന്ന് പറയുന്നയാളെ പോയി പണി നോക്കണം മിസ്റ്റർ. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് സൗകര്യമുള്ള രാഷ്ട്രീയം ഞാൻ സൗകര്യമുള്ള പ്ലാറ്റ്ഫോമിൽ പറയണ്ട, അത്രേ ഉള്ളൂ. ഇവിടെയും പറയും, ഇവിടെയും ദാ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നു, പോയി പണി നോക്കണം മിസ്റ്റർ, എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയും. ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ചാനൽ ചർച്ച വെക്കുമ്പോൾ പങ്കെടുക്കുന്ന ആളുകളുടെ പൊസിഷൻ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പേരിന് നേരെ SFI എന്ന് വെച്ചിട്ടുണ്ട്, KSU പ്രതിനിധിയുടെ പേരിന് നേരെ KSU എന്നാണ്, ആം ആദ്മി പ്രതിനിധിയും. ഇവിടെ ഒരു അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ് വെച്ചിട്ടുള്ളത്. പ്രശ്നം എന്താണ്? അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് നിരീക്ഷിക്കുന്നത്? ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കല്ല, അദ്ദേഹത്തിന്റെ വാദത്തെ മുൻനിർത്തിയാണ് എൻ്റെ ചോദ്യം. എന്ത് രാഷ്ട്രീയമാണ് ഇദ്ദേഹം നിരീക്ഷിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പേരിന് നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് മാറ്റി സംഘി എന്ന് എഴുതി വെക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതൊരു അധിക്ഷേപമായി അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊള്ളുക. കൃത്യമായി RSSന്റെ രാഷ്ട്രീയം ശാഖകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന, ഭരണകൂടത്തിനെതിരായ സമരങ്ങളെ രാജ്യദ്രോഹമായി മുദ്രകുത്തുന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം കാവിക്കളർ കുപ്പായ കുട്ടി ചാനലിൽ വന്ന് പറയുന്നയാളെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ദേശീയ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള നിങ്ങളുടെ സാധ്യതയെ തന്നെ ക്യാൻസൽ ചെയ്യാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഇത്തരം ആളുകളൊന്നും രാഷ്ട്രീയ നിരീക്ഷകരാണ്, അവൻ RSSകാരാണ്, സംഘികളാണ്. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറയാണ്, ജനാധിപത്യ രാജ്യത്ത് ഒരു കൂട്ടർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിൽ ആ പ്രതിഷേധിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കാനും അവകാശമുണ്ട്, ശബ്ദിക്കാനും അവകാശമുണ്ട്. ശബ്ദിക്കുകയാണോ ചെയ്തത്? രാജ്യത്തെ മുതിർന്ന നേതാക്കൾ, CPIയുടെ നേതാവ് ആനി രാജ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ബജ്രംഗ് ദൾ അടക്കമുള്ള ഈ രാജ്യത്തെ RSSന്റെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ അവർ വടിയെടുത്ത് ഈ സമരത്തിന് വന്ന ആളുകളെ തെരുവിൽ ആക്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് അധികാരം? ഇന്ത്യ രാജ്യത്ത് ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ വോട്ടിലൂടെ നൽകിയിട്ടുണ്ട്. അത് വോട്ടിലൂടെ ലഭിച്ചതാണോ EVM അട്ടിമറിയിലൂടെ ലഭിച്ചതാണോ എന്നുള്ള ചർച്ച പോലും നടക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് കയ്യിലുള്ള ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും അങ്ങ് അടിച്ചമർത്തി കളയാം എന്നാണോ RSS വിചാരിക്കുന്നത്, BJP വിചാരിക്കുന്നത്? അതൊന്നും ഇന്ത്യ രാജ്യത്ത് സാധ്യമല്ല. ഇന്ത്യ രാജ്യത്ത് നിന്ന് ഉയർന്നു വരുന്ന ആ സമരത്തിൽ ആ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ച മുഖം അംബേദ്കറുടെ മുഖമാണ്. അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി, അദ്ദേഹം ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത് ഒരു സ്ഥിതി സമത്വ പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായിട്ടാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അല്ലാതെ ഇന്ത്യ ഒരു പശു രാഷ്ട്രമായിട്ടല്ല, ഒരു ചാണക രാഷ്ട്രമായിട്ടല്ല, ഇന്ത്യ ഒരു വർഗീയ ഹിന്ദുത്വ രാഷ്ട്രമായിട്ടല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിഭാവനം ചെയ്തത്. ഇതെങ്ങനെ RSSന് മനസ്സിലാവാനാണ്? ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ആൻഡമാനിലെ ജയിലിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി കൊടുക്കുകയായിരുന്ന ആചാര്യന്മാർ സ്ഥാപിച്ച RSSകാര് ഇന്ന് ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ, മതന്യൂനപക്ഷങ്ങളെ എന്താണ് മതേതരത്വം എന്ന് പഠിപ്പിക്കുക, എന്താണ് രാജ്യസ്നേഹം എന്ന് പഠിപ്പിക്കുക. ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർക്ക്, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക്, ഈ നാട്ടിലെ പിന്നോക്ക ജനതയ്ക്ക് നിങ്ങളുടെ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ആ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ വന്നാൽ സമരം എന്താണെന്ന് ഈ നാട് കാണിച്ചു തരും. ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. സ്വാതന്ത്ര്യ സമരം നടത്തിയ പാരമ്പര്യമുള്ള ഈ നാട്ടിലെ ജനതയുടെ പിന്മുറക്കാർ ഇവിടെയുണ്ട്. അന്ന് ചെരുപ്പ് നക്കിയ നിങ്ങൾ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും മേലിൽ കുതിര കയറാനും അവിടെ ഭാവി വെച്ച് പന്താടാനുമുള്ള ലൈസൻസ് ആണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പേര് വെച്ചോ പേര് വെക്കാതെയോ നിരീക്ഷക വേഷം ചമഞ്ഞോ RSSന്റെ പ്രതിനിധികൾ ചാനൽ ഫ്ലോറിൽ വന്നാൽ അതിന് ഞങ്ങൾ തുറന്നു കാണിക്കും. ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അതായത് ആര്യ എന്നെ വിളിച്ചത്, ഇവിടുത്തെ മാതൃഭൂമി എന്നെ നേരിട്ടാണ് വിളിച്ചത്. അല്ലാതെ ഇവിടെ നിന്ന് മാതൃഭൂമിയിൽ നിന്ന് RSSന്റെ കാര്യാലയത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് മാരാർജി ഭവനിലേക്കോ വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയെ വിട്ടു തരണം എന്നല്ല പറഞ്ഞത്. എന്നെ നേരിട്ടാണ് വിളിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചാനൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത്?
മിസ്റ്റർ സാദിഖ്, എനിക്ക് നല്ല വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞു ഒന്നിന് തന്നെയാണ് ഞാൻ വരുന്നത്. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെൻ്റ് ചെയ്തല്ല വരുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞാൻ പറയുകയും ചെയ്യും. എന്താണ് ഈ രാഷ്ട്രീയക്കാരുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ വരുന്നവർക്ക് മാത്രമേ ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടുള്ളൂ എന്നൊക്കെ തിട്ടൂരമിറക്കിയാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയുള്ളൂ. എനിക്ക് രാഷ്ട്രീയമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇവരെ BJP എന്നോ RSS എന്നോ ഒക്കെ വിശേഷിപ്പിക്കാന്ന് പറഞ്ഞാൽ RSSോ BJPയോ എന്നെ ഈ പണി ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിലാണ്, ഒരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒരു സ്വതന്ത്ര വ്യക്തിക്ക് ഈ നാട്ടിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയവും ഇഷ്ടമുള്ള ആദർശവും പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദ്യം കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെ പറയും. അത് തന്നെ മിസ്റ്റർ മുഹമ്മദ് സാദിഖിനോടും ഞാൻ പറയുന്നു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പോയി പണി നോക്കണം മിസ്റ്റർ. എനിക്കിഷ്ടമുള്ളത്, എനിക്ക് സൗകര്യമുള്ള രാഷ്ട്രീയം ഞാൻ സൗകര്യമുള്ള പ്ലാറ്റ്ഫോമിൽ പറയണ്ട. അത്രേ ഉള്ളൂ. ഇവിടെയും പറയും, ഇവിടെയും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നു, പോയി പണി നോക്കണം മിസ്റ്റർ. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയും. അത്ര പറഞ്ഞാൽ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. ഓ കേൾക്കണ്ട, ഇയാള് സൗകര്യപ്പെടുവോ? സൗകര്യം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഈ യുവസംഘടനകളുടെ ഒക്കെ വേഷം കെട്ടി ഇവിടെ വന്ന് ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് ഗോഗോ പറയുന്ന ഒരൊറ്റ ഒരെണ്ണത്തിന് ഒരു മനുഷ്യർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ അവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടോ ആണ് ഇവർക്ക് തന്നെ അറിയാം ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒച്ച വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുമായിട്ട് കേൾക്കാനുമില്ല. അതുകൊണ്ടാണ് ഇവർക്ക് നിവർത്തിയില്ലാതെ ഇപ്പോൾ ഈ പാറ്റകളുടെ ചിറകിനടിയിൽ ഒളിക്കേണ്ടി വരുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ശരി, വാദത്തിന് വേണ്ടി എല്ലാം നമുക്ക് നോക്കാം. ഇവർ പറയുന്നത് പ്രകാരം, ഇവരുടെ വാദപ്രകാരം എന്താണ് ആര്യ? ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല തകർന്നു, സാമ്പത്തിക മേഖല തകർന്നു, സാമൂഹ്യ മേഖല തകർന്നു, അതിഭീകരമായ വർഗീയത ലോകം മുഴുവനും നാണം കെട്ട് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുള്ളത്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരു പ്രക്ഷോഭം നയിക്കാനോ, തെരുവിലിറങ്ങാനോ, പ്രക്ഷോഭം നയിക്കാനോ, ഈ സർക്കാരിനെ താഴെ ഇറക്കാനോ, ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇവരെ കൊണ്ട് കൊള്ളില്ല. ഇവരെ കൊണ്ട് ഈ പണി നടക്കില്ല. ഇതേപോലെ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് ഗോഗുവ വിളിക്കാനും വൃത്തികേട് പറയാനും അല്ലാതെ ഈ സാധനങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള അരാഷ്ട്രീയ വാദങ്ങൾ ഉയർത്തുന്ന ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് ജനശ്രദ്ധ കിട്ടുന്നത്. അത് ശരിയാ അവർക്ക് റീച്ച് കിട്ടുന്നത്. ഇപ്പൊ SFIയുടെയോ ഇപ്പൊ ഇവർ പറഞ്ഞില്ലേ, SFI ഇങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ പടർന്ന് പന്തലിച്ച് അവരൊന്ന് ഊതിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി അവരുടെ മൂക്കിൽ കൂടെ കയറിപ്പോകുന്നാണല്ലോ ഇവർ ഈ അവകാശപ്പെടുന്നത്. എന്ത് പറ്റി? നിങ്ങളുടെ മൂക്കിന് വലിപ്പം കുറഞ്ഞു പോയോ? വലിക്കപ്പ അങ്ങോട്ട് കേറട്ടെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഒരു കാര്യം ആലോചിക്കണോ ആര്യ? ഇവർ ഈ കിടന്ന് ഈ ബഹളം മുഴുവൻ പറയുന്നു. 3-4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ, 4-5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ച എലക്റ്റഡ് പ്രൈം മിനിസ്റ്ററായി നരേന്ദ്രമോദി മാറാൻ പോവുകയാണ്. ജവഹർലാൽ നെഹ്റുവിനായിരുന്നു 52 മുതൽ 64 വരെ ജവഹർലാൽ നെഹ്റു എലക്റ്റഡ് പ്രൈം മിനിസ്റ്ററായിട്ട് ഭരിച്ചത്. ആ റെക്കോർഡ് നരേന്ദ്രമോദി ഭേദിക്കാൻ പോവുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. 5-6 ദിവസം കഴിഞ്ഞാൽ മതി. 12 കൊല്ലമായി ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുന്നു. ഇവർക്കൊരു രോമത്തെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടി എന്നാ പറയും ഇവിടെ വാരണസിയിൽ ഭൂരിപക്ഷം കുറച്ചു, BJPയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. പക്ഷേ നരേന്ദ്രമോദി BJP ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് 12 വർഷമായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവരെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരു രോമത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല, ഒട്ട് കഴിയുകയുമില്ല എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ ഈ പാർട്ടികളുടെ പുറകെ പോകേണ്ട ഗതികെട്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഗതികേട് മാത്രമാണിത്, അല്ലാതെ വേറൊന്നുമല്ല. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.